വി കെ ചെറിയൻ സാറായിട്ട് നമ്മളൊരു കോൺവെർസേഷൻ ചെയ്തിരുന്നു മുൻപ്. അത് നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്തത്. ഈ പ്രാവശ്യം നമുക്ക് മലയാളത്തിൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ എക്സ്പേർട്ട് ആണ്, സ്ട്രാറ്റജിസ്റ്റ് ആണ്. വി കെ ചെറിയൻ സാർ, വെൽക്കം ടു. നന്ദി, നമസ്കാരം. നമസ്കാരം. ബേസിക്കലി നമ്മൾ ഈ ടോക്ക് വിചാരിച്ചത് താങ്കളുടെ പുതിയ പുസ്തകം നോൺ ഫിലിംസ് ആൻഡ് ദ മാജിക്കൽ റിനൈസൻസ് ഓഫ് മലയാളം സിനിമ എന്നുള്ള പുസ്തകം അടുത്തിടെ വന്ന പുസ്തകമാണ്. ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് ഇതാണ് പുസ്തകം. ആമസോണിലും കിട്ടും, ഫ്ലിപ്കാർട്ടില്, അറ്റ്ലാന്റിക് എല്ലായിടത്തും കിട്ടും. മലയാള സിനിമ വന്ന വഴികളെ കുറിച്ചും അതിന്റെ റിനൈസൻസ് പീരീഡിനെ കുറിച്ചും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അതിന്റെ കോണ്ടന്റ് വൈസും ജോണർ വൈസും അതിന്റെ ആഖ്യാന രീതിയൊക്കെ മാറുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. സോഷ്യൽ റെലവൻസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് പുതിയ സിനിമകളെ അവരുടെ എക്സ്പെരിമെന്റ്സിനെ സ്വീകരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ചെറിയ തോതിലൊരു ഇതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട്, അതായത് സാർ തന്നെ പറയുന്നുണ്ട് അടൂർ അരവിന്ദൻ, ജോൺ എബ്രഹാം, ആ ഒരു ട്രയോ, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷെ അതിനെ കുറിച്ചൊന്ന് ഹിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ കാലത്തിലേക്ക് കടക്കാൻ പോകും. ശരി ശരി. അല്ല, ഞാൻ പറയുന്നത് നമ്മളൊക്കെ നാം ആക്കുന്നത് നമ്മളുടെ പാസ്റ്റാണ്. നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മലയാള സിനിമയ്ക്കും എല്ലാ സെക്ടറിലും നമ്മൾ എങ്ങനെ വളർന്നു, എന്തായിരുന്നു നമ്മുടെ ഇൻഫ്ലുവൻസസ്, എന്തായിരുന്നു നമ്മുടെ എക്സ്പോഷർ ലെവൽ, എന്തായിരുന്നു നമുക്ക് കിട്ടിയ ട്രെയിനിങ്, അതാണ് ഈ ബുക്ക്. അതായത് ഇന്ന് ബോംബെയിൽ നിന്ന് മഹേഷ് മഞ്ജിരേക്കർ പറയുകയാണ്, ഇന്ത്യയിലെ ഹാപ്പനിങ് ഫിലിം സീൻ എന്ന് പറഞ്ഞാൽ മറാത്തി, മലയാളം മാത്രമാണ് എന്ന്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഇന്ന് ഒരു പണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് മുളച്ച തകരയല്ല ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഇന്നും ആ എക്സ്പെരിമെൻ്റൽ ട്രഡീഷൻസ് മലയാളികൾ കൊണ്ട് നടക്കുന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ ബുക്കിൽ പറയുന്നത് എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതുണ്ട് അതിൽ ഒത്തിരി. ഇപ്പം ഞങ്ങളിവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവിടുത്തെ രണ്ട് സെൻറ്റ് സ്റ്റീഫൻസിലെയും വേറൊരു ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജിലെയും രണ്ട് മലയാളി ലെക്ചേഴ്സാണ്. ഒരാൾ സിനിമയെപ്പറ്റി എംഫിൽ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ന്യൂൺ ഫിലിംസ് എന്ന് കേട്ടപ്പോൾ അവർക്ക് മനസ്സിൽ വന്നത് 90s ന്യൂൺ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഈ സെമി പോൺ ഫിലിംസ് ആയിരുന്നു. പക്ഷേ 70s അതല്ലായിരുന്നു. 70s കാഞ്ചന സീതയും തമ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ അത് അന്ന് ഉച്ചപ്പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഇങ്ങനെയുള്ള ഫിലിംസാണ്. പക്ഷേ അത് ഞാൻ 80 ആയപ്പോഴത്തേക്ക് നാട് വിട്ടു, ഡൽഹിയിലെത്തി. പക്ഷേ ഇവിടെയും ആ ഉച്ചപ്പടങ്ങളൊക്കെ വന്നത് സോഫ്റ്റ് പോൺ ഫിലിംസ്. അവളുടെ രാവകൾ വന്നതിന് ശേഷമുള്ള മലയാള സിനിമയിലുണ്ടായ ഒരു പോൺ വേലിയേറ്റമുണ്ട്. അതിന് ഷക്കീല പടങ്ങളെന്നോ എന്നൊക്കെ പറയാം. പക്ഷേ അതങ്ങനെ ഒരു വേലിയേറ്റം, അത് മുഴുവനും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ BC നഗരങ്ങളിലായിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. ഡൽഹിയിലെ ചില ഏരിയയിലെ ചില സിനിമ കൊട്ടകൾ കാണിച്ചിരുന്നു. അപ്പോൾ അതും ഒരു തരത്തിൽ പറഞ്ഞ ഉച്ചപ്പടങ്ങളാണ്. പക്ഷേ ഞാൻ പറയുന്ന ഉച്ചപ്പടം എന്ന് പറഞ്ഞാൽ ഉച്ചപ്പടം തുടങ്ങിയത് ഇവരൊക്കെ കൂടാണ്. അതായത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അത് ഉദ്ദേശിക്കണം, നമ്മൾ അവരെ അനുമോദിക്കണം, ഈ തിയേറ്റർ ഉടമകൾ. അതായത് 12 മണിക്ക് അവർ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. ആദ്യത്തെ ഷോ 2 മണിക്കോ 3 മണിക്കാണ് മാറ്റിനി ഷോ. പക്ഷെ അവർക്ക് 12 മണിക്ക് 2 മണിക്കൂർ, ഇപ്പോൾ ഇതൊക്കെ 1.5 മണിക്കൂറേ ഉള്ളൂ, 1.5 വരെ അത് തുറന്നു കൊടുത്തു. അവിടെ പോകാൻ വേണ്ടി ഞാനന്ന് വിദ്യാർത്ഥിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, കാഞ്ചനസീത ഞാൻ കണ്ടത് തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിലാണ്. ഒരു തമ്പ് പത്മനാഭ തിയേറ്ററിൽ. ഇതൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ അങ്ങനെ അവധിക്കോ വീക്കെൻഡിലോ ഒക്കെ പോയി കാണുകയാണ്. അതാണ് എന്തായിരുന്നു അതിനുള്ള കാരണം. അത് ആ സമയത്തിൻ്റെ, ആ കാലഘട്ടത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് സിനിമയിൽ എന്തൊക്കെയോ പുതിയത് നടക്കുന്നു. ഞാനിത് ഈയിടെ വായിച്ചു, നമ്മുടെ പുന ഫിലിം ഷൂട്ടിൽ നിന്ന് ഇറങ്ങിയ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി, അദ്ദേഹം ഫിലിം ഡിവിഷനിലൊക്കെ ആയിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നു 60കളിലെ 70കളിലെയും
ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കളുടെ ഹരമായിരുന്നു സിനിമ. അത് അവർക്കെല്ലാം സിനിമയിൽ വന്ന് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. ആ ഒരു യുവാക്കളുടെ എഫേർട്ടാണ് എനിക്ക് തോന്നുന്നത് 70s മലയാള സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത്. 70s അവരാണ് ഇതൊക്കെ ചെയ്തത്. അതായത് ആദ്യത്തെ സിനിമ എടുക്കുമ്പോൾ മടൂരിന് 35 വയസ്സാണ്. അരവിന്ദനാണെങ്കിൽ അത് കൂടുതലാണ്. അപ്പോൾ അരവിന്ദൻ എനിക്ക് തോന്നുന്നത് 40 വയസ്സായപ്പോഴാണ് ആദ്യത്തെ സിനിമ എടുത്തത്. അപ്പം അത് അവരൊക്കെ ഇങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി നോക്കിയിരുന്ന് അങ്ങനെ വന്നവരാണ്. പക്ഷേ ഇതേ സമയം തന്നെ 60കളിൽ ഖസാക്കിൻ്റെ ഇതിഹാസം വരുന്നത് 69ലാണ്. സാഹിത്യത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു, തിയേറ്ററിൽ നടന്നു കഴിഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി വന്നു. അപ്പോൾ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് ഇത് ആരെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മുന്നേറ്റം, സാംസ്കാരിക മുന്നേറ്റം കേരളത്തിൽ നടക്കുകയായിരുന്നു 50കൾ മുതൽ. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ലൈബ്രറി മൂവ്മെൻറ്റ് ചെയ്തത് കോൺഗ്രസ്സുകാരനായ പി എൻ പണിക്കരായിരുന്നു. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ലൈബ്രറി എന്നുള്ളത് പി എൻ പണിക്കർ സാറായിരുന്നു. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അപ്പം അങ്ങനെ പല വിധത്തിലുള്ള ഒരു റിനൈസൻസ്, അതായത് പുതിയ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അന്നത്തെ യുവാക്കൾ ഇറങ്ങിത്തിരിച്ചു. അതിൻ്റെ ഒരു പാർട്ടാണ് മലയാളത്തിലും നടന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അതുകൊണ്ട് കുറേ പേര്, അടൂര്, ജോൺ അബ്രഹാം ഒക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമയെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് വന്നിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചു. വേറെ കുറേ ആൾക്കാർ, ഇപ്പം അരവിന്ദനാണേലും കെ പി കുമാരനാണേലും, അവരൊക്കെ ഇത് കണ്ടിട്ട് അവരുടെ കൂടെ നിന്ന് കണ്ട് പഠിച്ച് സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫൈൻഡിങ് എ ന്യൂ മീഡിയം ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് അപ്രൂവ്ഡ് ബൈ പീപ്പിൾ, ഇതൊക്കെയായിരുന്നു 70കളിൽ വന്നത്. 80കളായപ്പോഴത്തേക്ക് അത് പല അപജയങ്ങൾ, 90കളാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രൊഫസർ രണ്ടുപേരും ന്യൂൺ ഫിലിംസ് പറഞ്ഞപ്പോൾ അവർക്ക് സംശയമാണ് ഇതെന്താണ് ചെയ്തത്. വേറൊരു ബുക്കുണ്ട് ഈ സെമി സോഫ്റ്റ് പോൺ ഫിലിമിനെ കുറിച്ച്, വേറൊരു ബുക്ക് വന്നിരുന്നു എന്നൊക്കെ. ഞാൻ പറഞ്ഞത് അതല്ലത്, ന്യൂൺ ഫിലിംസ് തുടങ്ങുന്നത് 70s അത് കാഞ്ഞന സീത തമ്പുമൊക്കെ ആയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു കൾച്ചറൽ റിനൈസൻസ് ഇതാണ്. ഇപ്പം ഞാൻ അതിശയിച്ചു പോയത്, ഇവിടെ ബുക്ക് റിലീസിൽ നമ്മുടെ ആക്ടറായ എം കെ റൈന പറഞ്ഞു, ഇതൊക്കെ ഇവരൊക്കെ ചെയ്തത് ആരും പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളിയിട്ടല്ല, അതൊക്കെ അവർ സ്വന്തമായിട്ട് അവർക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു ഇത് ഇങ്ങനെ ഒരു പ്രസ്ഥാനമായി, അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂ വേവിൻ്റെയും കേരളത്തിൻ്റെ സിനിമയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറുമെന്ന് അവർക്ക് തന്നെ ഒരു കൃത്യമായ ഒരു അജണ്ടയോ ബോധമോ ആ സമയത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലുക്കിംഗ് ബാക്ക്, അപ്പം അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഉച്ചപ്പടങ്ങൾ തിയേറ്ററിലും ഒരുപക്ഷെ ദൂരദർശനിലും ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്ലോട്ട് അവൈലബിൾ ആയിരുന്നു. ലൈക്ക് ഏറ്റവും സൺഡേസ് ആയിരുന്നു നമുക്ക് ഇത്തരം സിനിമകൾ, ഇത്തരം ഇൻ ദ സെൻസ് അവാർഡ് വിന്നിംഗ് ഫിലിംസ് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ 90s ഇപ്പൊ റീസെന്റ് ആണ് ഈ എനിക്ക് തോന്നുന്നു ഇൻ ദ ലാസ്റ്റ് 5-10 years ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ അല്ലാതെ ബാക്കിയുള്ള സിനിമകൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പാക്കപ്പ് ചെയ്ത് വിടുന്ന ഒരു പരിപാടി തുടങ്ങിയത്. അതിനു മുൻപ് എനിക്ക് കെ ജി ജോർജ് സാറിന്റെ ഈ കണ്ണി കൂടിയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. ലൈക്ക് ദാറ്റ് വാസ് 90s. പക്ഷെ ആ ഒരു പ്രവണത ഇപ്പോ ഒരുപക്ഷെ തിയേറ്ററുകാർക്ക് അത് പ്രോഫിറ്റബിൾ അല്ല എന്ന് തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. പക്ഷെ അത് തിരിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ന്യൂട്ടൺ സിനിമയായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് രണ്ട് നല്ല സിനിമകള്, പാരഡൈസും ഫാമിലിയും ഇവിടെ മലയാളത്തില് ചെയ്തിട്ടുണ്ട്. മലയാളം എന്ന് പറയാൻ പറ്റില്ല, പാരഡൈസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് വേൾഡ് വൈഡ് റിലീസും കൂടി ചെയ്തിട്ടുള്ള ഒരു സാധനം. പക്ഷെ അവര് പറഞ്ഞ ഒരു കാര്യം, സിനിമ എങ്ങനെയും തിയേറ്ററിൽ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, ഞങ്ങൾ നല്ല സിനിമകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ കുറച്ച് ആളുകൾ, ഐ മീൻ അതൊരു പേരെടുത്ത് പറഞ്ഞേ ഉള്ളൂ, അതുപോലെ പല ആളുകളും ഉണ്ടാവും. ഇത്തരം കുറച്ച് റെവല്യൂഷൻസും ഇതിന്റെ ഒപ്പം നടക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു സന്തോഷമുള്ള കാര്യമാണ്. ന്യൂട്ടൺ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ അത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇതുപോലെ തന്നെയായിരുന്നു. ജനറൽ പിക്ചേഴ്സ് രവീന്ദ്രനാഥൻ നായർ 70s അദ്ദേഹം നല്ല കാഷ്യൂ എക്സ്പെർട്ടാണ്. കുറച്ച് ഫാമിലി ഓറിയന്റഡ് സിനിമകൾ എടുത്തത്, അഭിജാത്യം അങ്ങനെയുള്ള സിനിമകൾ എടുത്തിരുന്നു.
അതൊക്കെ വളരെ പോപ്പുലറായി. അദ്ദേഹം വേണ്ട പൈസയൊക്കെ സിനിമയിൽ നിന്ന് ഒരു കൊണോഷ്യറായിരുന്നു പല ആർട്ടുകളുടെ. ഇപ്പം കൊല്ലത്തെ ലൈബ്രറിയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് കാരണം അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ആദ്യം അരവിന്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉത്തരായണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾ സിനിമ എടുക്കൂ, ഞാൻ കേട്ടത് റബ്ബർ ബോർഡിൽ നിന്ന് അവധി എടുക്കൂ, ആ സാലറി ഞാൻ തരാം, നിങ്ങൾ സിനിമ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു ഓഫർ കൊടുക്കുന്ന, അത് അരവിന്ദനെ പോലുള്ള ഒരാൾ ഒരിക്കലും ആരോടും പോയി ചോദിക്കത്തില്ല പൈസ ഒന്നും. കടമെടുത്താലും പോയി ചോദിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആളുണ്ടായിരുന്നു. അതിന് ശേഷം ചിത്രലേഖ ഇതിൽ നിന്ന് അടൂർ രാജിവെച്ചിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന് രാവിലെ ഒരു ഫോൺ വന്നു, അടൂർ എന്താണ് ചെയ്യുന്നത്, സിനിമ ഒക്കെ എടുക്കണ്ടേ, ഞാനിങ്ങനെ ചിത്രലേഖയെ പറ്റി കേട്ടു, എന്തുകൊണ്ട്, ഞാനൊരു വണ്ടി അയക്കുന്നു, വരൂ നമുക്കിതിന് സംസാരിക്കാം, ഒരു പുതിയ സിനിമ ചെയ്തുകൂടെ. അങ്ങനെയാണ് രവീന്ദ്രനാഥ് നായർ എന്ന കൊണോഷ്യൽ അടൂരിനെയും അരവിന്ദനെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് അവർക്ക് ഒരു ബാധ്യതയില്ല, നിങ്ങൾ പൈസ തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ എടുക്കണം എന്നൊന്നും പറയുന്നില്ല. അതായത് ഒരു ടീമിനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ വെച്ചു, ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ടീം ഇതാണ്, അവർ വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു തരും. അപ്പം അങ്ങനെയാണ് എലിപ്പത്തായം, അനന്തരം 4 ബുധയൻ വരെ അദ്ദേഹമാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രായമായി അദ്ദേഹം സിനിമകളിൽ നിന്ന് വിരമിച്ചു. ഇപ്പോഴും മക്കളും സിനിമ എടുക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇതിന് പറയാൻ കാരണം, പ്രതാപ് നായർ ഈയിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സിനിമയുടെ പൈസയൊക്കെ തിരിച്ചു കിട്ടിയിരുന്നു? അദ്ദേഹം പറഞ്ഞു, യെസ്, കുറച്ച് നാൾ ഉടനെ കിട്ടിയില്ല, കുറച്ച് നാളിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടി. അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടൂർ അങ്കിൾ ഈയിടെ വിളിച്ചിരുന്നു, അമേരിക്കൻ ഒരു ചാനൽ 3 സിനിമകൾ എടുക്കുന്നു, അപ്പോൾ 5 ലക്ഷം രൂപ വെച്ച് അവർ തരും എന്ന് പറഞ്ഞു. അതായത് എലിപ്പത്തായം പോലൊരു സിനിമ 81 ഇറങ്ങിയ സിനിമ 2025 5 ലക്ഷം രൂപ കൊടുത്ത ഒരു അമേരിക്കൻ ചാനൽ അക്വയർ ചെയ്തതാണ് കുറേ നാളത്തേക്ക്. അപ്പോൾ ഞാനിതിനെ കാണുന്നത്, ഇത് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ആരോ ഈയിടെ പറയുന്നത് കേട്ടോ, 81 മേടിച്ച ഒരു പവൻ ഗോൾഡിന് ഇന്ന് എന്ത് വിലയുണ്ട്. ഇന്ന് പറയുന്ന പോലെയാണ് ഇത്തരം സിനിമകൾ. പക്ഷേ മറ്റ് തട്ടുപൊളിപ്പൻ സിനിമകളിലൊക്കെ അന്ന് തീർന്നു. അതിൻ്റെ പ്രിൻ്റ് വടക്കൻ വീരഗാഥ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യാൻ വേണ്ടി എനിക്കറിയാം, ഞാനും കുറച്ചുകൂടി മമ്മൂട്ടി എന്നോട് പറഞ്ഞു പ്രിൻ്റ് കിട്ടാൻ സഹായിക്കണം. അത് ഡൽഹിയിലെ എന്തോ മൂലയ്ക്ക് കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കൊടുത്തു. ആ പ്രിൻ്റ് കൊള്ളത്തില്ലായിരുന്നു. അപ്പം ആരുടെ കയ്യിലും നെഗറ്റീവോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത്തരം സിനിമ, അടൂറിന് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വില അറിയാത്ത, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സ് ആർക്കൈവിൽ സൂക്ഷിച്ചിരുന്നു. അപ്പം അതുകൊണ്ടാണ് അടൂരിൻ്റെ സിനിമ ഇന്ന് കാണുമ്പോഴും ഓൺലൈനിൽ കാണുന്നതും വളരെ വൃത്തിയായിട്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡിജിറ്റൽ റീമാസ്റ്റർ ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസിയാണ്. അതെന്ന് വെച്ചാൽ ഒറിജിനൽ സോഴ്സ് അവിടെ ഇരിപ്പുണ്ട്. പരമേന്ദ്ര സിനിമയ്ക്ക് അതില്ല, അത് പ്രിന്റിൽ നിന്നും ഒക്കെയാണ്. തമ്പിൻ്റെ റെസ്റ്റോറേഷൻ അത്ര ഗുണകരമല്ലായിരുന്നു, കുമ്മാട്ടിയുടെ അതുപോലെ തന്നെ. അപ്പോൾ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ ഒറിജിനൽ സോഴ്സ് ഇല്ലാതെ അതിൽ നിന്ന് ബാക്കിയുള്ള സെക്കൻഡറി സോഴ്സിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴുള്ള ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, പൈസ ഇതേ സംഗതി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മൃണാൾസൺ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പോലുള്ള സിനിമ എടുക്കുന്നത് ലോകത്തിന് വേണ്ടിയാണ്, ബംഗാളിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ മാത്രമല്ല. ഞങ്ങളുടെ സിനിമ ലോകമെമ്പാടും കാണുന്നു. ഞങ്ങളുടെ ബജറ്റ് വളരെ ചെറുതാണ്. ഈ ചെറിയ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമകളുടെ പൈസ ഒരു 1-2 വർഷത്തിനകം ഞങ്ങളുടെ പ്രൊഡ്യൂസർമാർക്കൊക്കെ തിരിച്ചു കിട്ടും. ഉടനെ കിട്ടത്തില്ല. മറ്റ് തട്ടുപൊളിപ്പൻ സിനിമകൾക്ക് പൈസ ഉടനെ കിട്ടുകയും 2-3 ഇരട്ടിയൊക്കെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത്തരം സിനിമകൾ സമയമെടുത്തായിരിക്കും പൈസ കിട്ടുന്നത്. 2-3 വർഷം കൊണ്ട് അത് തിരിച്ചു കിട്ടും. പിന്നെയും ഇപ്പം എലിപ്പത്തായത്തിൻ്റെ കാര്യം പറഞ്ഞാലും പിന്നെയും പല രംഗത്ത് വർഷങ്ങൾക്ക് ശേഷവും ചില റൈറ്റ്സ് തേടി, ഇപ്പം പ്രത്യേകിച്ച് സെല്ലുലോയിഡ് ഫിലിംസൊക്കെ ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റൈറ്റ്സ് തേടി ആൾക്കാർ വരും. നേരത്തെ ടെലിവിഷൻ റൈറ്റ്സ് വന്നു, പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ്സ്, വീഡിയോ കാസറ്റ് റൈറ്റ്സ് വന്നു, ഇപ്പോൾ റെസ്റ്റോറേഷൻ റൈറ്റ്സ് വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു
ഇതൊരു ഒരു ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കാണാൻ ഇപ്പോൾ നമുക്ക് കഴിയും. അന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് റൈറ്റ്സ് തേടി ചിലർ വരും എന്ന് യാതൊരു ധാരണയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത രവീന്ദ്രനാഥ് നായരും അങ്ങനെയുള്ളവർക്കും ഒരു നഷ്ടവുമില്ല. പക്ഷേ അതിനകത്ത് രക്തസാക്ഷികളായവരും ഉണ്ട്. അരവിന്ദിനെ പോലെയുള്ള ഒരാളുടെ വസ്തുഹാര എടുത്ത്, ഞാൻ കേട്ടത് കടമെടുത്താണ് ചെയ്തത്. അതിന് മുമ്പ് ചിദംബരം 5 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സിനിമ അത് 5 ലക്ഷം രൂപയ്ക്ക് കടങ്ങളൊക്കെ വീട്ടി. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ എല്ലാ റൈറ്റ്സും കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ടർക്ക് 25 ലക്ഷം കിട്ടി. അരവിന്ദിന് ഒരു പൈസയും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുര്യോഗങ്ങൾ അനുഭവിച്ചവരുണ്ട്. അരവിന്ദിനെ പോലുള്ള വാസ്തുഹാരയുടെ കടം കൊടുത്ത ആൾക്കാർ അരവിന്ദനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അരവിന്ദൻ വളരെ മാനസിക വിഷമത്തിലായിരുന്നു. അതും മരണത്തിന് കാരണമായി എന്ന് പറയുന്ന സുഹൃത്തുക്കളുമുണ്ട്. അതിന് കാരണം ഇതാണ്, അവർക്കൊന്നും അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് എന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. പക്ഷേ അവർ അതിൻ്റെ ആ ധൈര്യത്തിൽ ആ കാലഘട്ടത്തിൽ അവരത് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ന് രാമു, അരവിന്ദൻ്റെ മകൻ രാമു കുമാട്ടിയുടെ റെസ്റ്റോറേഷനുമായിട്ട് ചേരുന്നു, തമ്പിൻ്റെ റെസ്റ്റോറേഷൻ ചേരുന്നു. എനിക്ക് തോന്നുന്നത് ചിദംബരത്തിൻ്റെ റൈറ്റ്സ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വാസ്തുഹാരയുടെ റൈറ്റ്സ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് രാമുവിന് കൊടുക്കാൻ കഴിയും. അപ്പം അതാണ് ഈ ഇത്തരം സിനിമകളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോങ് ലാസ്റ്റിംഗ്. ഇത് ഇപ്പം നമ്മളിപ്പം ഇബ്സന്റെ സെന്റിനറി സോഫ്റ്റ് ഡിപ്ലോമസി ആയിട്ട് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. കാരണം ഇബ്സൻ എന്ന ഡ്രാമാറ്റിസ്റ്റിനെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇബ്സനെ ഇപ്പം കെ.പി. കുമാരൻ്റെ ഗോപുരം സിനിമ അവരാണ്, ഇബ്സൻ ഫൗണ്ടേഷനാണ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഇബ്സനെയും ബെർഗ്മാൻ്റെ സെന്റിനറി എംബസിയാണ് കാണിച്ചത് ഡൽഹിയിൽ. അതായത് ഇവരൊക്കെ അസുരന്മാരായിട്ട് മാറുകയാണ്. സ്വീഡനെ അറിയപ്പെടുന്നത് ഇബ്സന്റെ രാജ്യമായിട്ടാണ്. അപ്പം അതുപോലെ തന്നെ സിനിമയിൽ ഇപ്പം നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത് അടൂരിൻ്റെയും അരവിന്ദൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും നാടായിട്ടാണ് ഈ സിനിമകളിൽ, തിയേറ്റർ ഈ കലാരംഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ അരുന്ധതി റോയ് ഇംഗ്ലീഷ് ചെയ്യുന്നതുകൊണ്ട് ഇംഗ്ലീഷ് അവർക്ക് കേരളത്തിനെ പറ്റി പറയാം. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പറഞ്ഞാൽ കൾച്ചറൽ ഡിപ്ലോമസിയുടെ പാർട്ടായിട്ട് ഇവരൊക്കെ മാറുന്നു. അത് ഇവർക്ക് ഒരിക്കലും ഇവരാരും ഇതൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ തുടങ്ങി വെച്ചത്. ഇവർ സഹിച്ച കഷ്ടപ്പാടുകൾ നോക്കുമ്പോൾ ഇത് അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ആ മീഡിയത്തെക്കുറിച്ച്. അത് ലോകം ഇന്ന് ആദരിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ കാണുന്നത്. അതാണ് ഈ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ വിശേഷം, അല്ലെങ്കിൽ അതിനെ വേർതിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് 3 ആഴ്ച സിനിമ എടുത്ത് ഓടിയ പല സിനിമകളും, ഞാൻ പേരൊന്നും പറയുന്നില്ല, പല സിനിമകളും അത് 3 വർഷം കഴിയുമ്പോൾ ആരും ഓർക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ അവിടെ ഇരിക്കും എന്ന് പറയത്തില്ല, ലോകത്തിൻ്റെ നിറയെ നിൽക്കും. ഇപ്പം പതേർ പാഞ്ചാലി എത്രയോ സൗണ്ട് ജോണിൻ്റെ 10 വർഷം കൂടുമ്പോൾ അവരെ ലാസ്റ്റ് ഞാൻ കൗണ്ട് ചെയ്തപ്പം 1600 ഫിലിം പേഴ്സണാലിറ്റീസ്. ഭാഗ്യവശാൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ക്വസ്റ്റ്യൻ കിട്ടി. അതിനകത്ത് പതേർ പാഞ്ചാലി ഇപ്പോഴും ഉണ്ട്. 100 ബെസ്റ്റ് ഫിലിംസ് എവർ പ്രൊഡ്യൂസ്ഡ്, അതിനകത്ത് എവർ മെയ്ഡ് ഇൻ ദ വേൾഡ്. പതേർ പാഞ്ചാലി ഇപ്പോഴും ഉണ്ട്. പതേർ പാഞ്ചാലി ഇപ്പോഴും ജർമ്മൻ സംവിധായകനായ ഫോക്കർ ഷോഫ് എഴുതിയേക്കുന്ന ഒരു പതേർ പാഞ്ചാലിയെ പറ്റിയുള്ള ഒരു പാരഗ്രാഫുണ്ട്. ഞാൻ എൻ്റെ ബുക്കിൽ സെല്ലുലോയിഡ് ടു ഡിജിറ്റൽ ഈ ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമകളാണ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ. മനുഷ്യരാശി ഉള്ളിടത്തോളം ഇത് സിനിമകളൊക്കെ നിൽക്കും. കേരളത്തിലെ നല്ല മീനിങ് ഫുൾ സിനിമാക്കാരാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ KSFDC വുമൺ ഡയറക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. KSFDCക്ക് എത്രയാണ് 14 15 സ്ക്രീൻസ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ അതിൽ അവർക്കൊരു ഞാൻ പറയുന്നത് 4 5 ഷോ ഉള്ള ഒരു സ്ക്രീൻ കൊടുത്താൽ മാത്രം മതി ഈ രംഗം രക്ഷപ്പെടും. അത് ചെയ്യുന്നില്ല എന്നുള്ളത് മാനേജ്മെൻറ്റ് പ്രശ്നം മാത്രമാണ്. അല്ലാതെ സിനിമയുടെയോ
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രശ്നം അല്ല, ഇത് നമ്മളൊരു മാനേജ് ഹൗ ടു മാനേജ് എന്നുള്ളതാണ്. ഇതൊന്നുമില്ലാതെ 70s ഇവരൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ പുതിയ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തവരാണ് അടൂരും അരവിന്ദനും ജോൺ അബ്രഹാമും ഒക്കെ. ജോണിൻ്റെ ഒരേ ഒരു സിനിമയെ ശരിക്കും റിലീസ് ചെയ്തിട്ടുള്ളൂ, ചെറിയാച്ചൻ്റെ കുറുവെഴുത്തേക്ക്. ജനശക്തി ഫിലിംസാണ് റിലീസ് ചെയ്തത്. അത് ഞാൻ MA പഠിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഒരു ഷോ, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇതൊക്കെ വെച്ച് ജനശക്തി റിലീസ് ചെയ്തു. ബാക്കി ഒരു സിനിമയും തിയേറ്റർ റിലീസ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. ബാക്കിയൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെയും നമ്മളെപ്പോലെ ഫിലിമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇന്ന് ആൾക്കാർ, ഞാൻ പറയുന്നത്, ടാഗോർ തിയേറ്ററിൽ അവിടെ എത്തുന്ന 10,000 ഡെലിഗേറ്റ്സ് അവരുടെ സുഹൃത്തുക്കളും ഫാമിലിയും, ലെറ്റ്സ് സേ ഇൻറ്റു 3 people, അത്രയും പേര് കണ്ടാൽ തന്നെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്താണ് ഓടിപ്പോകും, ഒരാഴ്ച ഓടിപ്പോകും. അപ്പം അത് ചെയ്യാതെ നിങ്ങൾ എല്ലാ വർഷവും അവിടെ വന്ന് കൂടിയിട്ട് ഞങ്ങൾ സിനിമ കണ്ടു, അത് കണ്ടു, ബ്രസീലിയൻ സിനിമ എന്ന് കണ്ടിട്ട് യാതൊരു ഇതുമില്ല. ഇതൊരു തരം പറഞ്ഞ ഫോണി കൾച്ചറാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സിനിമയുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വന്ന് കാണുക. അതിൻ്റെ കൂടെ ഇത്തരം സിനിമകളുടെ ബ്രാൻഡ് അംബാസഡേഴ്സും നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന രംഗത്ത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമോ മറ്റും കലർത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ്. അങ്ങയുടെ പുസ്തകത്തിൽ തന്നെ അടൂർ സാറിന്റെയും അരവിന്ദൻ അവരുടെയൊക്കെ സിനിമകൾ വരുന്നതിന് മുൻപ് പി ഭാസ്കരൻ അദ്ദേഹത്തിന്റെ നീലക്കുയിലിനെ കുറിച്ചും നമുക്ക് 64 ചെമ്മീനിനെ കുറിച്ചും ഒക്കെ അങ്ങ് പരാമർശിക്കുന്നുണ്ട്. ആ സിനിമകളും ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ സിനിമകളാണ്. അതിനുശേഷം ഇങ്ങനെ കോണ്ടന്റ് വൈസ്, മേക്കിംഗ് വൈസ് ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ റിനൈസൻസ്, നവോത്ഥാനത്തിന്റെ അലകൾ വന്നു. മലയാള സിനിമ നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ, മഹേഷ് മഞ്ജ്രേക്കർ പറഞ്ഞതുപോലെ, നമ്മുടെ ഫിലിം അപ്രീസിയേഷൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഫിലിംസ് വരുന്നത് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഈവൻ അങ്ങ് പറയുന്നുണ്ട് KPSC പോലെയുള്ള തിയേറ്ററിനെ പ്രോത്സാഹിപ്പിക്കുകയും സാഹിത്യത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം പ്രവണതകൾ വന്നതുകൊണ്ട് മലയാളിയുടെ മൊത്തം ആസ്വാദന രീതിയും വേറൊരു തലത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് പറഞ്ഞു. പുതിയ കാലത്തില് ഇത്തരം മാറ്റങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുന്നു, ഏത് രീതിയിലാണ് നടക്കുന്നത്? ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം ആക്സസ് ടു ഗുഡ് ഫിലിംസ്. ഇന്നത്തെ ജനറേഷൻ അതില്ല. ഇൻഫാക്ട് ഇന്ന് ഫ്ലഡ് ഓഫ് ആക്സസ് ആണ്. നിങ്ങൾക്ക് ഏത് സിനിമയും എപ്പോൾ വേണേലും കാണാം. പക്ഷേ ഇന്നൊരു കമ്മ്യൂണിറ്റി വ്യൂയിങ് വളരെ ചുരുക്കമാണ്. ഇപ്പം എൻ്റെ സിനിമ സംവേദനം ഞാൻ പറയുന്നത് പരിപോഷിക്കപ്പെട്ടു എങ്കിൽ അതിൻ്റെ ചിത്രലേഖയിലെ നമ്മൾ ചർച്ച ചെയ്യുവാണ് അവരുമായിട്ട്. അത് MF തോമസ് ഉണ്ടായിരുന്നു, വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ അവരെ കുറേ നാളായിട്ട് സിനിമ കണ്ടും സിനിമയെ പറ്റി എഴുതുന്നതും പഠിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ വീക്ഷണകോണത്തിൽ കൂടെ നമ്മൾ ഇതിനെ കാണാൻ തുടങ്ങി. ഇന്ന് നടക്കുന്നത് ആൾക്കാർ DVD കൊണ്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് സ്വന്തം ലാപ്ടോപ്പിലും ഒക്കെ കാണുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സയൻറ്റിഫിക് ജേർണലിസ്റ്റ് പറയുക പിയർ റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ, പിയർ റിവ്യൂ നടക്കുന്നില്ല. അപ്പം നിങ്ങൾ ആ കണ്ട നല്ല സിനിമ നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാത്രം വെച്ചാണ്. അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ബാക്കിയുള്ള നിങ്ങൾക്ക് മുമ്പേ സിനിമ കണ്ടോ, നിങ്ങളെ മുമ്പേ സിനിമ പഠിച്ചവർ, അവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് ഉള്ള ഒരു സംവാദത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നിങ്ങളുടെ ബോധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ ഓറിയൻറ്റേഷനാണ്.
അപ്പോൾ എല്ലാവരും ഒരാൾ പറയാണ് ഞാൻ പറയുന്നതാണ് നല്ല സിനിമ. അദ്ദേഹം ബാക്കിയുള്ള സാമൂഹിക അല്ലെങ്കിൽ അതുവരെ പോയിരുന്ന സൗന്ദര്യശാസ്ത്രം, സിനിമയുടെയും ലാംഗ്വേജ് ഒന്നിനെയും ഗൗനിക്കുന്നില്ല. ഞാൻ പറയുന്നതാണ് സിനിമ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മുമ്പോട്ട് വരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്ന പല മലയാള നല്ല സിനിമ എന്ന് പറയുന്നവർക്കുമുണ്ട്. അതായത് ഒരു എല്ലാ ആർട്ട് വർക്കും സമൂഹത്തിലെ ഉൽപ്പതിഷ്ണികളും സഹൃദയരായ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ റെസ്പോൺസ്, അവരെങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, അവരെങ്ങനെ അതിനെ ചർച്ച ചെയ്യുന്നു, അവരെങ്ങനെ അതിനെ വിമർശിക്കുന്നു എന്നുള്ള ഒരു അവബോധം നമ്മളുടെ തന്നെ സിനിമാ ബോധത്തെ പരിപോഷിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അതിന് കാരണം അങ്ങനെയാണ് ആർട്ട്, the way the art and culture has developed is through interactions, not by individual individual what do you call obsessions. Yes, after a point you can have your viewpoint and obsess with it, but when you develop it, you need to be open. അത് ആ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ മലയാളത്തിൽ കാണുന്ന പല പുതിയ സിനിമാക്കാരിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നോക്കൂ, മലയാളി അല്ലാത്ത പായൽ കപാടിയെ വന്ന് മലയാളികളെ വെച്ച് സിനിമ എടുത്ത് ക്യാനിൽ നിന്ന് ഓടിയിട്ടത്. പക്ഷെ ഇതേ സംഗതി ഏതെങ്കിലും മലയാളി സംവിധായകർ പുതിയ ആള് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്ന നമ്മൾ കാണുന്നില്ല. അതിന് കാരണം ഇതാണ്. നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ബാക്കിയുള്ള എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രശ്നമില്ല. പായൽ കപാടിക മലയാളികളെ വെച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മലയാളി നഴ്സുമാരുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതം, പ്രശ്നങ്ങൾ, അവരുടെ ഇൻഡിവിജ്വൽ, സോഷ്യൽ ഒക്കെ അവർ കൊണ്ടുവന്നു. അപ്പം എന്നുവെച്ചാൽ ഷീ കുഡ് കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ് ടു ദ വേൾഡ്. ഇപ്പോൾ ഞാൻ പറയുന്നത് അത് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത്. അടൂർ ലാസ്റ്റ് കണ്ടപ്പോൾ എലിപ്പത്തെ പറ്റി പറഞ്ഞു, എൻ്റെ ഈ സിനിമ ഇപ്പം ഏറ്റവും കൂടുതൽ പോകുന്നത് ലാറ്റിൻ അമേരിക്കയിലൊക്കെയാണ്. പക്ഷേ അവിടെ കണ്ടവരെ അവരുടെ 50s 60s ഇതുമായിട്ട് സോഷ്യൽ അറ്റ്മോസ്ഫിയറുമായിട്ട് അവർ ഈ ചേഞ്ചസ് വന്ന സമയമായിട്ട് അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ മാനുഷിക രാജ്യക്ക് ഉണ്ടായ ചേഞ്ചുകൾ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ചേഞ്ചുകൾ പല രീതിയിലാണ് പലയിടത്തും നടന്നത്. കേരളത്തിൽ നടന്നത് ഒരു രീതിയിലാണ്. അത് കാണിച്ചപ്പോൾ അതിൻ്റെ പാരലലായിട്ട് ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും അവിടെ നമ്മളെപ്പോലെ വികസിത രാജ്യമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് അടൂർ എന്ന ഫിലിം മേക്കർ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് മലയാളി എന്ന സൊസൈറ്റി ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അങ്ങനൊരു ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ടു ദം വിത്ത് അവർ സിറ്റുവേഷൻ ആൻഡ് ദെയർ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഐ വിൽ സേ യു ആർ ഫാളിങ് ഫ്ലാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പല സിനിമകളിലും കാണാം. ഞാൻ പേര് പറയുന്നില്ല, ഒരു സ്ത്രീ സംവിധായകയുടെ സിനിമ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ടു. എൻ്റെ ഒരു സീനിയർ ആളിനെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെ ഇതിനകത്തൊക്കെ പെട്ടു, ഇതിനെ ആരാണ് ഇത് പൊക്കുന്നത്, ഇത് സിനിമയല്ല, ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പ്രോപ്പർ നറേറ്റീവ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പ്രോപ്പർ ഫിലിം സ്ട്രക്ചർ, ബട്ട് ഇറ്റ് ഈസ് ബീങ് സെലിബ്രേറ്റഡ് because it said something about a woman's situation. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് ശരിയാണ്, പക്ഷേ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ഇത് അതായത് വൈഡർ ട്രൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു, വൈഡർ അസ്തെറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാതെ നമ്മൾ കണ്ടതാണ്, ഞാൻ പിടിച്ച മാനിന് 4 കൊമ്പെന്ന് പറയുന്ന ആ ഒരു രീതി, അത് എനിക്ക് തോന്നുന്നു നമ്മളെ എങ്ങും എത്തിക്കത്തില്ല. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം ഞാൻ പായൽ കപാടിയുടെ സിനിമയാണ്. മലയാളികളെ പറ്റിയാണ്. അവർ മലയാളിയല്ല, മലയാളം പറയുന്ന കഥാപാത്രങ്ങൾ അവരെ വെച്ച് ക്യാനിലും അവരൊരു ലോക പ്രശസ്ത സംവിധായകൻ. എന്തുകൊണ്ട് മലയാളി ജീവിതത്തെ അവർക്ക് ആ പ്രസത്തിലിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു? അവിടെയാണ് ആ ഒരു ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ്
that what you know your character situations to others. അവർക്ക് മലയാളികളെ പറ്റി അറിയണമെന്നില്ല. പക്ഷേ ഇത് രണ്ട് പാവപ്പെട്ട ഡെസ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് നേഴ്സുമാർ, അവരുടെ ജീവിത കഥകൾ, അത് ദിസ് ഇസ് അർബൻ, എല്ലാ അർബൻ സെൻറ്റേഴ്സിലും ലോക്കലൊക്കെ നടക്കുന്നതാണ്. കൺട്രി സൈഡിൽ വരുന്നവർക്കുള്ള പ്രശ്നങ്ങൾ അത് അതുമായിട്ട് അവർ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ സിനിമകൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൊടിയേറ്റത്തിൻ്റെ ഒരു കൊടിയേറ്റം ഭയങ്കര പോപ്പുലറായിരുന്നു അത് റിലീസ് ചെയ്തപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ 140 ദിവസം കോട്ടയത്ത് ആശാ തിയേറ്ററിൽ ഓടി. കാരണം ഗോപി എന്ന കഥാപാത്രം സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം അടൂർ പ്ലേസ് ചെയ്തേക്കുന്നത് വിളിയിലെങ്ങുമല്ല, നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെപ്പോലെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ അയാളുടെ 2 മണിക്കൂർ അയാളുടെ ജീവിതത്തെ പറ്റി അടൂർ പറയുകയാണ്, അയാളുടെ എവല്യൂഷനെ പറ്റിയും അയാളുടെ എക്സ്പീരിയൻസിനെ പറ്റി. ഇപ്പം നമ്മൾ അതിനകത്തോട്ട് കയറുകയാണ്, നമ്മളതിനകത്തോട്ട് കയറി അയാളെ ആസ്വദിക്കുന്നു. എന്ത് സ്പീഡെന്ന് പറയുന്നത് ഈയിടെയും ആരോ പറയുന്നത് കേട്ടു. ദാറ്റ് ഈസ് ബിക്കം ഒരു അങ്ങനെ ഒരു നിങ്ങളെ ആരെങ്കിലും വിഡ്ഢിയാക്കണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഈ ഒരു മൊണ്ണയാണ്, നിനക്ക് അറിഞ്ഞുകൂടാ നീ നിൽക്കുന്ന സിറ്റുവേഷൻ എന്നുള്ള അവിടേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യു പ്ലേസ് യുവർ ക്യാരക്ടേഴ്സ് ഇൻ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ മെലിയു സോ ഡീപ്ലി ദാറ്റ് ദ വ്യൂവേഴ്സ് ഗെറ്റ് ഇൻവോൾവ്ഡ്. പക്ഷെ അതേ സംഗതി സത്യജിത്രയ്ക്ക് മനസ്സിലായി, ബംഗാളിയായ സത്യജിത്രയ്ക്ക് മനസ്സിലായി, അടൂരിൻ്റെ ആരാധകനായി. അതുപോലെ തന്നെ ലോകത്തിലെ പലയിടത്തും മനസ്സിലായി. ഇപ്പം ഇന്ന് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സംഗതി, സെൻട്രൽ ട്രാവൻകൂറിലെ 60കളുടെ ജീവിതം എങ്ങനെയെന്ന് പഠിക്കാൻ അറിയത്, എന്തായിരുന്നു അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, ആൾക്കാരുടെ പെരുമാറ്റം, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൊടിയേറ്റം മാത്രം കണ്ടാൽ മതി. അത്ര ഓതൻറ്റിക്കായിട്ടാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അത് ആ അറ്റ്മോസ്ഫിയറൊക്കെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിച്ചു. ഈ പ്രതിഷ്ഠ, ഈ ഒരു പ്ലേസ്മെൻറ്റ്, that is what it communicates to the world, that look, you are strong in what you are saying, you don't fall flat, people enjoy it locally and universally, people enjoy it. കേരളത്തിൽ നിന്ന് ലോകത്തിലേക്ക് നോക്കുകയാണ്. ഇപ്പോൾ പായൽക്കപ്പറ്റി ചെയ്തതാണ്, ബോംബെയിൽ നിന്ന് കേരളക്കാരെ എടുത്തിട്ട് ലോകത്തിലേക്ക് നോക്കി. ഒരു സംഗതിയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നത് അതിനൊരു കാരണം ഇതാണ്, ഈ കമ്മ്യൂണിറ്റി വ്യൂയിങ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കമ്മ്യൂണിറ്റി വ്യൂയിങ് ഉണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞാനൊരു കഥ ഈയിടെ കേട്ടു. ജോൺ എബ്രഹാം ബ്രസോണിൻ്റെ വലിയ ആരാധനയായിരുന്നു. അപ്പോൾ അവിടെ ഒരു നോൺ മലയാളി ബ്രസോണിനെ എന്താണ് ഒരു ദിവസം രാത്രി ജോൺ ഭയങ്കരമായി കുടിച്ചിട്ട് അയാളുടെ മുറി പോയി തെറിയൊക്കെ വിളിച്ച് ബഹളം ഉണ്ടാക്കി. അയാൾ വന്നിച്ചു, എന്താ സംഗതി ഇത്? You cannot say that about Brazon. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. അതിന് കാരണം എന്ന് വെച്ചാൽ it's a communication that people are communicating. There's a community being and somebody had a different opinion. The other person who's so obsessed with Brazon, മറ്റേ ആളോട് പറയണേ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇതൊരാൾ മാത്രമല്ല. ഈ ഒരു എന്തോടെ ഞാൻ പറയുന്നത്, കമ്മ്യൂണിറ്റി വ്യൂയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് ബുക്കുകൾ വായിക്കുന്നത്. നമ്മൾ ബുക്കുകൾ തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ ബുക്കുകൾ വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ വിമർശനങ്ങൾ, അതിനെപ്പറ്റി എഴുതിയൊക്കെ നമ്മൾ വായിക്കാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ എടുത്തിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ബുക്ക് എഴുതിയിട്ട് ഞാൻ ആദ്യം എൻ്റെ സെല്ലുലോയിഡ് ഫിലിം സൊസൈറ്റിയെക്കുറിച്ചുള്ള ബുക്ക്, ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പോസിഷൻ ജൈനിലായിരുന്നു. ജൈനിൽ അതിനെപ്പറ്റി ഞാനൊരു PPT ചെയ്തിട്ട് അവിടുത്തെ റിസർച്ച് ചെയ്യുന്നവരും പ്രൊഫസർമാരും ഒക്കെ വന്നത്. അപ്പം അവരെ സംബന്ധിച്ചോളം ഇത്രയും ഈ ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് ഇത്രയും ഒരുമിച്ച് ഒരു ഇൻഫർമേഷൻ ആദ്യമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. അതായത് ദാറ്റ് ഈസ് ഹൗ യു വാല്യുവേറ്റ് യുവർ സെൽഫ്, ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ടു നോ യുവർ വർത്ത്, ഗെറ്റ് ടു നോ അതേഴ്സ് വർത്ത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻറ്ററാക്ഷൻസ് വിത്തൗട്ട് ഇൻഹിബിഷൻസ്, everybody has their
ലിമിറ്റേഷൻസ് ഒബ്സഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ, സയൻസിലെ പിയർ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അത് കൂടുതലായി കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുന്നത് മഹത്തരവും ലോകോത്തരവും ആകും എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന്റെ കാര്യം, ഓഫ് കോഴ്സ് അതാണ് നമ്മുടെ ഒരു പരിവർത്തനം ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ഫിലിം സൊസൈറ്റി മൂവ്മെന്റ്സ്, ഈവൻ അടുത്ത കാലത്ത് വരെ ഫിലിം സൊസൈറ്റികളിൽ തന്നെയായിരുന്നു സിനിമകൾ പലതും നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽസിൽ പോയിട്ടൊക്കെ. പക്ഷെ കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻ ഇപ്പോൾ കുറച്ചുകൂടി നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന നിലയ്ക്ക് ഏത് സിനിമ കാണുമ്പോഴും അതിനെക്കുറിച്ച് ഒരുപാട് സംവാദങ്ങൾ ആ നിലയ്ക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു. അല്ല, സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പം ഞാൻ ഐ എം പാർട്ട് ഓഫ് എ അക്കാഡമിക് ഫിലിം സൊസൈറ്റി, ടോക്കിംഗ് ഫിലിംസ് ഓൺലൈൻ എന്ന് പറഞ്ഞ്. അതായത് ഞാൻ അതിൻ്റെ നമ്പർ താങ്കൾക്ക് അയച്ചു തരാം. അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ മീഡിയ സ്റ്റഡീസും ഫിലിം സ്റ്റഡീസാണ് അക്രോസ് ഇന്ത്യ ആൻഡ് സം ഓഫ് ദം അക്രോസ് ദ വേൾഡ് ആൾസോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ജർമ്മനിയിൽ നിന്നുള്ളൊരു കക്ഷിയുണ്ടായിരുന്നു, പ്രൊഫസർ. അപ്പോൾ അവർ ഒരു സിനിമ ഒരാഴ്ച നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കാണുക, പക്ഷേ ഡിസ്കഷൻ ഇൻ ദ വീക്കെൻഡ്. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൻ്റെ ഡിസ്കഷൻ, നമ്മൾ സിനിമ കണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപെറുക്കും അല്ലാതെ നമ്മളത് കണ്ടിട്ട് കഴിഞ്ഞിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ. അത് അവർ സാറ്റർഡേ ചെയ്യുന്നുണ്ട്. അത് എവിടെ ഇരുന്നുള്ളൂ. ഇപ്പം ഞാൻ അവർ രണ്ടുപേരും ഇരിക്കുന്നത്, ഒരാൾ ബറോഡയിലും ഒരു പ്രൊഫസർ, 2 വുമൺ പ്രൊഫസേഴ്സാണ്. ഒരാൾ ബറോഡയിലും ഒരാൾ ഹൈദരാബാദിലും. പക്ഷേ ബാക്കിയെല്ലാവരും കൽക്കട്ടയിൽ ഇരിക്കുന്നവരുണ്ട്, നാട്ടിലിരിക്കുന്നവരുണ്ട്, ഡൽഹിയിലിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജർമ്മനിയിലെ, ഒരാൾ ഫ്രാൻസിലെ ഒരു പ്രൊഫസർ, മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇടയ്ക്ക് വരും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഡിജിറ്റൽ മീഡിയ നമുക്ക് തരുന്നുണ്ട്. അത് എത്ര പേര് ഉപയോഗിക്കുന്നുള്ളതാണ്. അല്ല സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ തൂങ്ങുക എന്നുള്ളതല്ല. നമ്മൾ ഇരിക്കുന്ന പോലെ നമുക്കിപ്പോൾ സൂമിൽ ചെയ്യാവുന്നേ ഉള്ളൂ. 10, 15 അല്ലെങ്കിൽ 20 പേർക്ക് ഡിസ്കസ് ചെയ്യാം. ഫിലിം സൊസൈറ്റി അതാണ് ചെയ്തിരുന്നത്. അത് ഓൺലൈൻ ഫിലിം സൊസൈറ്റി ആയിട്ട് ഇത് മാറുന്നു. അതിന് ഇപ്പം ഞാൻ എപ്പോഴും പറയണ്ട, അക്കാഡമിക് ആൾക്കാർക്ക് അവരുടെ ഒരു ചുമതലയാണ് ഈ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ളത്. അത് അവർ ഈ മീഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പുതിയ ഫിലിം സൊസൈറ്റികൾ അങ്ങനെയായിരിക്കും നിലനിൽക്കാൻ പോകുന്നത്. അതായത് ആ ഗ്രൂപ്പ് ഇപ്പം ഫിലിം സ്റ്റഡീസ് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അത് അവർക്ക് വളരെ എൻറിച്ചിങ് ആണ്. അപ്പം അവരൊക്കെ ചെയ്യുന്നത് കണ്ടന്റ് മാത്രമായിട്ടാണ്. ഞാൻ എപ്പോഴും അവരോട് ഉള്ള ഒരു ബന്ധം, നിങ്ങൾ ചെയ്യുന്നത് ഇന്ന ആള് ഇതിൻ്റെ ജാതിപരമായ സംഗതി ശരിയാണ്, ചെയ്യണത് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ക്രിയേറ്റീവ് കമ്പൾഷൻസ് ആണ്, അല്ലാതെ ജാതിയും മതവും ലിംഗവും നോക്കിയല്ല കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് അതിൻ്റെ ഒരു ഓവറോൾ ഇതിൽ വന്നു പോകുന്നതാണ്. ഇപ്പം പലരും പറയാണ്ട് പഴയ സിനിമകളുടെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ വളരെ മോശമായി തിരിക്കുന്നു. പാടൂരിൻ്റെ സിനിമയിലെ മെയിൽ ഗേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അന്നത്തെ സൊസൈറ്റിയിൽ നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊരു മെയിൽ ഗേസോ വുമൻ എക്സ്പ്ലോയിറ്റേഷനോ ഒന്നും ചെയ്യുന്നില്ല. അന്നൊക്കെ എങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് കണ്ടിട്ട് അതിനെ അറുത്ത് മുറിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് വെരി മെക്കാനിക്കൽ. പക്ഷേ അതിനുള്ള സാധ്യത ഈ ഇത്തരം ഡിസ്കഷൻസ്, ഓൺലൈൻ ഡിസ്കഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് ടോക്കിംഗ് ഫിലിംസ് ഓൺലൈൻ. ഇപ്പം ഞാൻ ഐ എം പാർട്ട് ഓഫ് ഇറ്റ്, സോ ഐ ക്യാൻ സേ ഇറ്റ്. അവർ തുടങ്ങിയത് കോവിഡ് സമയത്താണ്. ഇപ്പോൾ എത്ര വർഷമായി? 5 വർഷമായിട്ട് അവർ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അവർക്ക് ഒരു 10, എനിക്ക് തോന്നുന്നു 500 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഡിസ്കഷന് വരുന്നത് ചിലപ്പോൾ ഒരു 30 പേരായിരിക്കും. പക്ഷേ 30 പേരും സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ 30 പേര് സ്ഥിരമായിട്ട് വരണമെന്നില്ല. ഞാൻ വല്ലപ്പോഴും എനിക്ക് താല്പര്യമുള്ള സിനിമകൾ വരുമ്പോഴേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 20-30 പേരെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. ബിക്കോസ് 20 അത് 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ കൂടുതൽ ആരും ഒരു ഡിസ്കഷൻ ഇരിക്കത്തില്ല, അതും വൈകുന്നേരം വീക്കെൻഡിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സാധ്യതകളുണ്ട്. അത് എങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളതാണ്. അതോ നമുക്ക് ചെയ്യാവുന്ന ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാം. പക്ഷേ നമ്മൾ കണ്ടത് എനിക്കിങ്ങനെ തോന്നി, താങ്കൾക്ക് ഇങ്ങനെ തോന്നിയോ എന്നുള്ള ചോദിക്കാനുള്ളൊരു അത് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ, നിങ്ങൾ തൃശ്ശൂർ ഞാൻ ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ചെയ്യാവുന്നതാണ്. അത് ചെയ്യാതെ ഞാൻ പിടിച്ച
മാനുവിന് അല്ലെങ്കിൽ മാനുവിന് 4-5 കൊമ്പെന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ പൊതുവെ കാണുന്നത് മലയാള സിനിമയിലെ പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ 1-2 പേരെടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് പ്രശ്നം. നിങ്ങൾക്കൊരു ഇതുണ്ട്, പക്ഷേ അത് യു ഹാവ് ടു ഡെവലപ്പ് വിത്ത് ഇൻട്രാക്ഷൻസ് ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ പാൽ കബഡിയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മലയാളി എടുത്തിട്ട് അവർ ലോക പ്രശസ്ത സംവിധായകരാണ്. മലയാളികളുടെ കാര്യം എല്ലാ വർഷവും പറയുന്ന ഒരു മലയാളി സംവിധായകനും ആ രംഗത്തേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട്? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. So you have to place your characters, you have to communicate to your characters, not only to your own people but to the world. You have to think big at the end of the day. Think big and think creatively. മറ്റൊരു വിഷയത്തിലേക്ക് ക്വിക്കായിട്ട് അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ സോ കോൾഡ് അവാർഡ് ഫിലിംസ് അല്ലെങ്കിൽ ഫെസ്റ്റിവലുകളിലേക്ക് അയക്കുന്ന സിനിമകള്, അതിനൊരു നമ്മൾ പലപ്പോഴും നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു കൊമേഴ്സ്യൽ സിനിമ, അത് കൊമേഴ്സ്യൽ സിനിമക്കാരുടെ ഒരു അതിങ്ങനെ വേർതിരിവില്ല എന്നൊക്കെ പറയുന്ന കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സിനിമകൾ അതിനുവേണ്ടി നിർമ്മിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ലോകോത്തര സിനിമകളാവണമെന്ന് വിചാരിച്ച് അതിന് സർട്ടൻ പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് വെക്കുക. അത്തരം പാരാമീറ്റേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടോ റീസെന്റ്? ബിക്കോസ് നമുക്ക് ഇപ്പോ ഒരുപാട് ഫെസ്റ്റിവലുകൾ നമുക്ക് നിലവിലുണ്ട്. അത്തരം ഫെസ്റ്റിവലുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ ചില സമയത്ത് ഇതാണോ കാനിൽ പോയ സിനിമ, ഇതാണോ ടിഫിൽ പോയ സിനിമ എന്നൊക്കെ മലയാളികൾ തന്നെ വിമർശിച്ച് കാണാറുണ്ട്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആയതുകൊണ്ടാണോ അതോ ഇത്തരം സിനിമകളുടെ അവിടേക്കുള്ള പാരാമീറ്റേഴ്സിന് വേണ്ടി കൺസ്ട്രക്ഷൻ വൈസ് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ലോകത്തിലെ എല്ലാ നല്ല ഫിലിം ഫെസ്റ്റിവൽ, കാനാണെങ്കിലും ബെർലിനാണെങ്കിലും വെനീസ് ആണെങ്കിലും, അവിടെ ഒന്നും ആരുടെയും അസ്തറ്റിക് സെൻസോ ഫിലിമിക് സെൻസോ മാറിയിട്ടില്ല. മാറിയത് ഈ നമ്മുടെയൊക്കെയാണ്. പക്ഷേ വി ആർ എക്സ്പോസ് ടു സോ മെനി തിങ്സ്. നമ്മൾ പലരും ചെയ്യുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഇതൊക്കെ അസസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് നിങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറിയിൽ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രസീലിയൻ ഫിലിം മേക്കറൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സിനിമ ഞാൻ 2 ഇന്ത്യ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് അയച്ചു. ഒന്ന് കേരളത്തിലും ഒന്ന് ഇവിടെയും. ആദ്യത്തെ വിളി വന്നത് കൽക്കട്ടയിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ എനിക്ക് കേരളമായിരുന്നു. വെച്ചാൽ അവർക്ക് വെളിയിലുള്ളവർക്ക് ഈ 2 ഫെസ്റ്റിവലിൻ്റെ അസ്തറ്റിക് സെൻസ്, അതിൻ്റെ നടത്തുന്നവരുടെയും അതിൻ്റെ ജൂറിയുടെയും സെലക്ഷനും ഒക്കെ എങ്ങനെയെന്നുള്ളത് ഒരു ബോധമുണ്ട്. അപ്പം അത് അയച്ചതേ ഇല്ല. അപ്പം അത് വേറൊരു രംഗത്തേക്ക് പോയി. അപ്പം ഇതാണ് നടക്കുന്നത്. അതായത് ഈ ഫീൽഡിലുള്ളവർക്കറിയാം എന്താണ് ഇപ്പം കൽക്കട്ടയിൽ നിന്നൊരു അവാർഡ് കിട്ടുവാണെങ്കിൽ, കേരളത്തിൽ നിന്ന് അവാർഡ് കിട്ടുവാണെങ്കിൽ ബ്രസീലിയൻ ഫിലിം മേക്കറിന് അതൊരു വലിയ ഇതാണ്. ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം അവാർഡ് കിട്ടി. ബെർലിനിലും കാനിലും വെനീസിലും കിട്ടുവാണെങ്കിൽ യു ആർ എ ഫസ്റ്റ് ലെവൽ ഫിലിം മേക്കർ. അപ്പം ഈ ഒരു ഇതില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ ഇൻഡിവിജ്വൽ അസസ്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് പല മലയാള സിനിമകളും ഇവിടത്തൊക്കെ പോയിട്ട് ചുമ്മാ തിരിച്ചു വരുന്നത്. എത്ര മലയാള ഫിലിം മേക്കേഴ്സ് ഉണ്ട് ഇൻ്റർനാഷണൽ സീനിൽ ക്ഷണിക്കപ്പെടുകയും അല്ലെങ്കിൽ അവാർഡ് കിട്ടുകയും അല്ലെങ്കിൽ their films are being screened in how many international film festivals. അപ്പം ആ ഒരു ചോദ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇതേ സംഗതി ഇതൊക്കെ വലിയ പ്രയാസമായിരിക്കുന്ന സമയത്താണ് അടൂരും അരവിന്ദനും ജോൺ അബ്രഹാമും ഒക്കെ ചെയ്തത്, അല്ലെങ്കിൽ ആ തലമുറ ചെയ്തത്. ഇന്നത്തെ പോലുള്ള ആക്സസ് ഒന്നുമില്ല. ഇമെയിൽ അയച്ചിട്ട് ആരെയും കൺവിൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു ഡിഫറൻസ് ഇല്ല. അപ്പം അവരുടെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് ക്രിയേറ്റീവ് പീപ്പിൾ, അത് നിങ്ങൾ ആലോചിക്കണം. അതില്ലാതെ ഇതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ് വിത്ത് യുവർ ക്രിയേറ്റീവ് പ്രൊഡക്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഗവനിക്കത്തില്ല. നിങ്ങൾക്ക് നാട്ടിൽ വീമ്പ് പറയാം, നിങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിക്കാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷേ വേൾഡ് ഡസൻറ്റ് ലുക്ക് അറ്റ് യു, because you don't have it in you.
ഇപ്പം ഞാൻ ലാസ്റ്റ് ആട എന്ന സിനിമ എത്ര വർഷങ്ങൾക്ക് ശേഷം ഫെലിനിയുടെ അത് കണ്ട് നമുക്ക് ഇപ്പോഴും ഞാൻ മിനിഞ്ഞാന്ന് ഗിരീഷ് കാസറവള്ളിയുടെ ഇന്നലെ മിനിഞ്ഞാന്ന് ഗിരീഷ് കാസറവള്ളിയുടെ ബാനു മുസ്താഖ് ബുക്കർ പ്രൈസ് കിട്ടിയ അവരുടെ ഒരു ചെറുകഥയെ വെച്ചുകൊണ്ട് ഒരു സിനിമയുണ്ട് ഹസീന എന്ന് പറയും. അത് കണ്ടു നോക്കും. That's a tribute. The two creative minds are working in tandem to give you an experience of, their mental and creative world. നമുക്ക് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അത്തരം കോണ്ടന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വേർഷനും കൂടി ചെയ്യാൻ തോന്നുന്നു. ആൻഡ് കണ്ടിന്യൂ ദിസ് ടോക്ക്. Okay. Thank you so much. It was really insightful listening to you. Thank you. Thank you, Ashish.